അടുത്ത ഒരു എലക്റ്റീവ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളുള്ള എലക്റ്റീവ് സ്റ്റാൻഡേർഡാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് സേഫായിട്ട് നടത്തണം എന്നതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഇതിൻ്റെ ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് അത്തരത്തിൽ സമൂഹത്തിനുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്ത പേഷ്യൻസിൽ നിന്ന് ഓർഗൻസ് എടുത്ത് അവരെ ഡോണേഴ്സായിട്ട് കണ്ടുകൊണ്ട് ഓർഗൻ മറ്റ് പേഷ്യൻസിന് നീഡി ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചൊരു പ്രോഗ്രാമും, ഡൊണേറ്റ് ചെയ്യാൻ വില്ലിങ്ങായി വന്നവരുടെ ഓർഗൻസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസിപ്പിയൻറ്റിനെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ കണ്ടെത്തി അതിന് കൊടുക്കുന്നതുമൊക്കെ ആയ പ്രോഗ്രാംസ് ഇന്ന് വളരെയധികം സമൂഹത്തിൽ പ്രചാരം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ എത്തിക്കലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലീഗൽ റിക്വയർമെൻറ്റ്സ് വളരെ കൃത്യമായി കീപ്പ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് അപകടകരമായ ഒരു ആക്സിഡൻ്റ് എന്ന മീനിങ്ങിലല്ല, ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലീഗൽ റിക്വയർമെൻറ്റ്സും എത്തിക്കൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസും ഇതിലാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ക്ലിനിക്കൽ പ്രാക്ടീസസിന് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ റിട്ടേൺ ആയിട്ടുണ്ടായിരിക്കുകയും അതെപ്പോഴും അവൈലബിൾ ആയിരിക്കുകയും ചെയ്യണം. അതുപോലും നമ്മളെ ഒരുപാട് സഹായിക്കും. പലപ്പോഴും ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളെ സംശയദൃഷ്ടിയോടെ നോക്കാൻ കാരണമായി തീരുന്നതും എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ വളരെ ആവശ്യമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷനും കൗൺസിലിങ്ങും അതിൻ്റെ ഡോണർക്കും റെസിപ്പിയൻറ്റിനും വളരെ കൃത്യമായി കൊടുക്കാൻ ഹോസ്പിറ്റലിന് ബാധ്യതയുണ്ട്. അതിനൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഗ്രേപ്സിൻ്റെ കൗൺസിലിംഗ് ഡെസ്ക് നിങ്ങൾക്ക് ലൈവ് കൗൺസിലിങ്ങിനെ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത്തരത്തിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ടായിരിക്കണം, സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കണം. കാരണം ഇതൊരു സൈക്കോളജിക്കൽ സബ്ജക്റ്റുകളൊക്കെ ഇൻവോൾവ് ആണ് ഇതിനകത്ത്. മനുഷ്യരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള സിസ്റ്റം വളരെ വ്യക്തമായിട്ട് നമുക്കുണ്ടാകണം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. കാരണം ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞത് മറ്റൊരാളുടെ ഓർഗൻ ഒരാൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് അയാൾക്ക് ഫോറിൻ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പൊടുന്നനെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് അതിനെ റിജക്റ്റ് ചെയ്യും. ഈ വക കാര്യങ്ങളെക്കുറിച്ചും പേഷ്യൻറ്റിന്, റിസീവറിന്, റെസിപ്പിയൻറ്റിന് നമ്മൾ വ്യക്തമായ ധാരണ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അത് സംഭവിക്കാതിരിക്കാൻ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ നമ്മൾ സപ്രസ് ചെയ്യുന്നുണ്ട്. മെഡിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യുന്നുണ്ട്. ഈ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആയി പോകുന്ന, ഇന്നാക്റ്റീവായി പോകുന്ന മറ്റ് കണ്ടീഷൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എയ്ഡ്സ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ആയി പോവുകയും ലോകത്തുള്ള സർവ്വ അസുഖങ്ങളും വന്നാണ് അവർ മരണത്തിനോട് അടുക്കുകയും ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്ത് ഓർഗനെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലമുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള പ്രിവെൻഷൻ മെക്കാനിസം അവരുടെ ലൈഫിൽ തുടർന്ന് അങ്ങോട്ട് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കാൻ നമുക്ക് കഴിയണം. സോ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണെങ്കിലും നമ്മൾ 2 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും 2 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുമായിട്ട് ഇവിടെ നിജപ്പെടുത്തി 4 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ മാത്രമാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെ ഒരു സ്റ്റാൻഡേർഡിനെ നിജപ്പെടുത്തുന്നുണ്ടെങ്കിൽ
അത് ഈ ഒരു COP15 ഇന്ന് നമ്മൾ കാണുന്ന ദ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഈസ് ക്യാരിഡ് ഔട്ട് സേഫ്ലി എന്നതായിരിക്കും. ഇത് വളരെ വിശദമായി ഫ്യൂച്ചറിൽ നിർദ്ദേശങ്ങൾ വന്നേക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. ഇപ്പോൾ വളരെ ഈസിയാണ്, 2 കോറും 2 കമ്മിറ്റ്മെൻറ്റുമായിട്ട് 4 എണ്ണമേ ഉള്ളൂ. അതിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് നടപ്പിലാക്കുമ്പോൾ അത് നിയമത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എത്തിക്കലായിട്ട് ചെയ്യണമെന്നതും അതിനൊരു ഗൈഡഡ് പ്രാക്ടീസ് ലൈൻ ഉണ്ടാവണമെന്നും അത് ഇവരെ കൗൺസിൽ ചെയ്യുന്നതിനും മറ്റും ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. കാരണം വ്യത്യസ്തമായ മേഖലകളെ മനുഷ്യ ശരീരത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വരും ഒരു ഓർഗൻ റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കണം. നമുക്ക് ഹോർഡിങ്സ് ആയിട്ടും നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റുകളിലും നമ്മൾ മനുഷ്യരെ ഇതിൻ്റെ അവയർനെസ് കൊടുക്കുന്നുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്കുണ്ടാവണം. ഇതിനെക്കുറിച്ച് ഈ ഒരു NABHൻ്റെ 2ാമത്തെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിൽ COPയിൽ കെയർ ഓഫ് പേഷ്യൻസിൽ 15ാമത്തെ സ്റ്റാൻഡേർഡ് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാം.